യെസ്, അപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും ചൂട് പിടിച്ച പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കോൺഗ്രസിൽ സജീവമായി ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനാണ്. ഈ ചർച്ചകൾ സജീവമാകുന്നതിനിടെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ സജീവമാക്കിയിരിക്കുകയാണ് ഒരു വിഭാഗം. കോഴിക്കോട് നടന്ന മഹാറാലിക്കിടെ ചെന്നിത്തലയുടെ ചിത്രം പതിച്ച തൊപ്പികളും വിശറിയും വിതരണം ചെയ്തു. ചെന്നിത്തലയും രാഹുലും മാത്രമുള്ള ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. ഇതിൽ മറുവിഭാഗത്തിന് വലിയ അമർഷമുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. സമീർ, ഇന്നലെ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാവഹമായ ഒരു മഹാറാലിയൊക്കെ കോഴിക്കോട് സമാപിച്ചു. പക്ഷേ അതിനിടയിലും ചർച്ചയാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രത്യേകമായുള്ള ചില ക്യാമ്പയിനുകളാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച സജീവമാകുന്നതിനിടെ ചെന്നിത്തലയുടെ പേരും അതിന്റെ ഭാഗമായി ചെന്നിത്തല തന്നെ ഉപയോഗിക്കുന്ന ക്യാമ്പയിനുകളുമൊക്കെ ഒരു വിഭാഗത്തെ അമർഷം പിടിപ്പിക്കുന്നുമുണ്ട്, ചൊടിപ്പിക്കുന്നുമുണ്ടല്ലേ? UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ സജീവമാണ്. KC വേണുഗോപാലിന്റെ പേര്, അതുപോലെ തന്നെ VD സതീശന്റെ പേര്, രമേശ് ചെന്നിത്തലയുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ സജീവമാക്കുന്നത്, പരസ്യ പ്രതികരണമായി എത്തുന്നത്. ഇന്നലെ കോഴിക്കോട് നടന്ന മഹാറാലിക്കിടെയായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല അവിടെ എത്തിയവർക്ക് വീശാൻ നല്ല ചൂടായിരുന്നു. ആ സമയത്ത് വിശറി നൽകി. അതിനകത്തും രമേശ് ചെന്നിത്തലയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അവിടെ വിതരണം ചെയ്ത തൊപ്പികളിലും രമേശ് ചെന്നിത്തലയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. ഇങ്ങനെ അവിടെ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വേളയിൽ തന്റെ ചിത്രങ്ങൾ അവിടേക്ക് എത്തുന്നത് ദേശീയ നേതാക്കൾക്കിടയിൽ വലിയ പ്രചാരണത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ രമേശ് ചെന്നിത്തല തന്നെ നടത്തിയതാണോ, അതല്ല രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതാണോ എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് എതിർ വിഭാഗത്തിന് വലിയ അമർഷമാണുള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് പ്രതിച്ഛായക്ക് ഇടിവുണ്ടാക്കും. മാത്രമല്ല ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി സജീവമാകുന്നത് അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പിന് ഇടയാക്കും എന്നുള്ള വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ അധികാരം ലഭിക്കുമോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ പിടിവലി ഉണ്ടാവുന്നത് അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു പൊതുവിമർശനം കൂടി ഉയർന്നു. കൂടാതെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഉയർന്നത്. ആദ്യം അധികാരം പിടിക്കുക, അതിനുശേഷം മുഖ്യമന്ത്രി കസേരയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മതി. മറ്റു തരത്തിലുള്ള ചർച്ചകളും മറ്റു തരത്തിലുള്ള നിലപാടുകളും ഒക്കെ സ്വീകരിക്കുന്നത് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു പൊതുവിമർശനം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഭൂഷണമല്ല എന്നുള്ള ഒരു നിലപാടാണ് UDF-ലെ ഘടകകക്ഷികൾക്കുമുള്ളത്. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉയർന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, അപ്പോൾ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഇറങ്ങുമ്പോഴാണ് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകൾ കൂടി സജീവമാകുന്നത്. അതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണങ്ങളിൽ കടുത്ത അതൃപ്തി അത് മുന്നണിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. വിവിധ ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ഈ അതൃപ്തിയുണ്ട്. കാരണം ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെയുള്ള ഇത്തരം ചർച്ചകൾ അത് ഗുണം ചെയ്യില്ല എന്ന നിലപാട് കൂടി എടുക്കുകയാണ് മറ്റു നേതാക്കൾ.